ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ ആദർശാണെങ്കിൽ നൈനയുടെ അടുത്ത് വരികയാണ്. നൈന ഡിസൈൻ ചെയ്ത ഒരു നെക്ലേസിൻ്റെ പണി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വന്ന് നൈനയുടെ അടുത്ത് പറയുമ്പോൾ നൈന പറയുകയാണ് അത് കിട്ടിയായിരുന്നു എന്ന്. ആദർശാണെങ്കിൽ നൈനയുടെ അടുത്ത് അഭിപ്രായം പറയുകയാണ്. ഇതിനെക്കുറിച്ച് നെക്ലേസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നൈന പറയുകയാണ് ഇത് ഡിസൈൻ ചെയ്ത ഞാനല്ലേ, അപ്പം ഞാനെന്താ അഭിപ്രായം പറയാനാ എന്ന്. ഉള്ളവരല്ലേ അഭിപ്രായം പറയാനെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് ഈ ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ നൈന പറയുകയാണ് ഇതിന് മുമ്പേ ഞാൻ നല്ല ഡിസൈനിൽ ആദർശേട്ടന് വരച്ച് തന്നിട്ടുള്ളതെന്ന്. അന്നൊന്നും ആദർശേട്ടൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അന്ന് എന്നെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ അല്ലേ ആദർശേട്ടൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമെന്ന്. നിന്നോടുള്ള വെറുപ്പ് നിൻ്റെ സൃഷ്ടികളോടും എനിക്കുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ മറക്കത്തില്ല, ഞാനാണല്ലേ എയറിൽ നിന്നിരുന്നേന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അത് നീ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണോന്ന്. അപ്പോൾ ഞാൻ പറയണേ അതൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കും ഈ നെക്ലേസും ഇഷ്ടപ്പെട്ടതെന്ന് ആദർശേട്ടൻ പറയുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് നിൻ്റെ കണ്ണിന് വല്ല കുഴപ്പവുമുണ്ടോ, ഈ നെക്ലേസ് കണ്ട ആരാ കൊള്ളില്ല എന്ന് പറയുകയും നെക്ലേസ് അത്രയ്ക്കും നല്ലതല്ലേ എന്ന്. എന്നിട്ട് ആദർശാണെങ്കിൽ നൈനയുടെ കഴുത്തിലൊക്കെ വെച്ച് ഭംഗി ആസ്വദിക്കുകയാണ്. അതിനുശേഷം ആദർശ് നൈനയുടെ അടുത്ത് പറയുകയാണ് നമ്മുടെ സ്റ്റാഫിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ നീയും കൂടെ വാന്ന് പറഞ്ഞ് നൈനയെ വിളിക്കുകയാണ്. നൈന പറയുകയാണ് ഞാൻ വരുന്നില്ല, ആദർശേട്ടൻ തന്നെ കൊണ്ടുപോയി കാണിച്ചാൽ മതി, ഞാൻ വരുമ്പോൾ അവരെൻ്റെ മുമ്പിൽ വെച്ച് കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ആദർശേട്ടൻ തനിയെ പോയാൽ മതിയെന്ന് നൈന ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നീട് ആദർശാണെങ്കിൽ ആ നെക്ലേസ് സ്റ്റാഫിനെയൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റാഫിനെയൊക്കെ കൊണ്ട് കാണിക്കുകയാണ്. അഭിയാണെങ്കിൽ പവിത്രയുടെ അടുത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നേ ആ സമയം. അപ്പോൾ ആദർശ് നേരെ കൊണ്ടുപോകുന്ന പവിത്രയുടെ അടുത്താണ് നെക്ലേസ് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് പവിത്രയുടെ അടുത്ത് നെക്ലേസ് കാണിക്കുകയാണ്. അപ്പോൾ പവിത്ര ചോദിക്കുകയാണ് ഇത് എത്ര പവനുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് 10 പവൻ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പവിത്ര പറയുകയാണ് ഇത് 10 പവനൊന്നുമല്ല, ഇതൊരു 20 പവനെങ്കിലും കാണുമെന്ന് പവിത്ര പറയുകയാണ് ആദർശിൻ്റെ അടുത്ത്. ആദർശ് പറയുകയാണ് ഇത് 10 പവനേ ഉള്ളൂ, ഇത് ഡിസൈൻ ചെയ്ത രീതിയാണ് 20 പവൻ മതിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫുൾ മാർക്ക് ഈ നെക്ലേസിന് കൊടുത്തതെന്ന് പറയുകയാണ്. നെക്ലേസും അതിൻ്റെ തൂക്കമൊക്കെ അഭി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അഭിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കണ്ണൊക്കെ തള്ളയാണ്, ഇത്രയും മതിപ്പും ഇത്രയും പവനും ഉണ്ടല്ലോ എന്ന് കരുതി. അതിനുശേഷം പവിത്ര പറയുകയാണ് അവിടുത്തെ സ്റ്റാഫുകളും കൂടെ ചേർന്നാണ് പറയുന്നത് നമുക്ക് ഈ നെക്ലേസ് ജ്വല്ലറിയിൽ ഡിസ്പ്ലേക്ക് വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ് നമുക്കൊരു നല്ലൊരു ഫിലിം സ്റ്റാറിനെ കൊണ്ട് നമുക്കിതിനെ പരസ്യം ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ഡിസൈൻ്റെ പേരിടാൻ നൈനാസ് ഡിസൈൻസ് എന്ന് പേരും ഇടാമെന്ന് പറയുകയാണ്. ഓരോ ജ്വല്ലറിയിലെ ഓണർമാരും പലതരത്തിലാണല്ലോ പരസ്യം ചെയ്യുന്നത്, അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനും നൈനയും കൂടി ജ്വല്ലറിയിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അതിനുശേഷം നൈന തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയാണ്. പവിത്രയ്ക്ക് നല്ല രീതിയിൽ ഡിസൈൻ ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് പവിത്രയും പറയുകയാണ്. അതിനുശേഷം ആദർശാണ് അവിടെ നിന്ന് പോവുകയാണ്. അഭിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുകയാണ് എന്തായാലും ഈ ഡിസൈൻ ജ്വല്ലറി എത്തില്ല, അതിനു മുമ്പ് ഞാൻ ഇതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റും എന്നൊക്കെ മനസ്സിൽ ഓർമ്മിക്കുകയാണ് അഭി. അതിനുശേഷം ആദർശിനെ നൈനയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുമ്പോൾ ആദർശ് പറയുകയാണ് പവിത്രയ്ക്കൊക്കെ നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന്. അതിനുശേഷം ആദർശ് പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ ജ്വല്ലറി ജോലി ചെയ്യാതെ ചില സ്റ്റാഫുകളുണ്ട് നിൽക്കുന്ന, അവരെയൊക്കെ ഇനി പറഞ്ഞു വിടണമെന്ന് പറയുകയാണ്. ഉദ്ദേശിച്ചാണ് ആദർശ് ഇങ്ങനെ പറയുന്നത്. അതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ പവിത്രയാണെങ്കിലും നല്ല ഡിസൈനൊന്നും വരയ്ക്കുന്നില്ലല്ലോ, അപ്പോൾ അവർ രണ്ടുപേരും ഉദ്ദേശിച്ച് ആദർശ് സംസാരിക്കുന്നു. അപ്പോൾ നൈന പറയുകയാണ് ഞാൻ കാരണം അവർ രണ്ടുപേരുടെയും ജോലിയൊന്നും കളയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നൈന പറയുകയാണ് നല്ല രീതിയിൽ തന്നെ പവിത്രയും എൻ്റെ കൂടെ സഹകരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് അങ്ങനെയല്ലേ ചെയ്യാനുള്ളത്, നീ ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിനേക്കാളും നല്ല ഡിസൈൻ പവിത്രയും വരയ്ക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അനുസരിച്ചാണ് വരയ്ക്കേണ്ട ഡിസൈനുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശിൻ്റെ അടുത്ത് നൈന പറയുകയാണ് എനിക്ക് ആരോടും മത്സരമില്ല, അവരുടെ അടുത്ത് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടല്ലേ ആദർശേട്ടാന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് ദാനിയരോട് പറയുന്നു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ജ്വല്ലറിയിലേക്ക് പോയി ജ്വല്ലറിയിൽ നെക്ലേസ് ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ആദർശൻ നൈനയുടെ അടുത്ത് പറയുകയാണ് നേരത്തെ ഒന്നും ഞാൻ ഇതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല, അഥവാ കഴിച്ചാലും കഴിച്ചു എന്ന് വരുത്തത്തേ ഉള്ളൂ, ഇപ്പോഴാണ് ഞാൻ ശരിക്കും നല്ല രീതിയിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതെന്ന്. ആദർശിൻ്റെ അടുത്ത് നൈന ചോദിക്കുകയാണ് നേരത്തെ ഫുഡിനോടൊന്നും ഇഷ്ടമില്ലായിരുന്നായിരിക്കും, ഇപ്പോൾ അമ്മ ആസ്വദിച്ച് മകന് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ, അതുകൊണ്ടായിരിക്കും ഫുഡിനോട് ഇത്ര താല്പര്യമെന്ന്. പക്ഷെ പറയണം അമ്മ അതിനധികം ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കി തന്നില്ല, അമ്മ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം മുത്തശ്ശിയും ജോലിക്കാരുമാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. മുത്തശ്ശി ഉണ്ടാക്കുന്ന കറികൾ ഇപ്പോഴും എൻ്റെ നാക്കിൽ ആ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നതിന് ശേഷം ആദർശ് പറയുകയാണ് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കറികൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്, നിനക്കും ഇഷ്ടപ്പെട്ട കറികളും ഉണ്ടാക്കുന്നുണ്ട്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നൈന പറയുകയാണ് ഇനി കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആദർശേട്ടനായിട്ട് കുഴയ്ക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കറികൾ കൂടി ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വാരി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചോദിക്കുകയാണ് ഓണത്തിന് നല്ല ബിസിനസ് നടന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിനേക്കാളും നല്ല ബിസിനസ് വിഷുവിന് നടത്തണമെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ശേഷം ഞാൻ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ മൂർത്തിസ് ജ്വല്ലറി ബിസിനസ് നടക്കാത്ത കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് ഉണ്ടായിട്ടുണ്ട്, 2019
ബിസിനസ്സുകൾ നടക്കാതെ ഇരുന്നിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറി അടച്ചിട്ടിരുന്നു. അപ്പോൾ കുറച്ച് ഓൺലൈൻ ബിസിനസ്സുകൾ മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നതെന്ന്. ആദർശ് സ്റ്റാഫുകളൊക്കെ ഫുഡുകൾ കഴിച്ചോ എന്നിട്ട് ഉറങ്ങുകയാണോ എന്ന വേണ്ടി ഫോൺ എടുത്ത് നോക്കുകയാണ്. ക്യാമറയിൽ നോക്കുമ്പോൾ ക്യാമറയൊന്നും വർക്കാവുന്നില്ല. എന്താ ക്യാമറയ്ക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ആദർശ് നോക്കുകയാണ്. അപ്പോൾ നൈനിയെ നോക്കിയിട്ട് ക്യാമറയ്ക്ക് എന്താ കുഴപ്പമെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് ക്യാമറയൊക്കെ പണികൾ മുടക്കിയെന്ന് തോന്നുന്നു എന്ന്. പക്ഷേ ആദർശ് നൈനിയുടെ അടുത്ത് പറയുകയാണ് നീ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുക, അതിനുശേഷം നീ നല്ല സുന്ദരിയായിട്ട് വേണം നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകാനുള്ളതെന്ന് പറയുകയാണ്. പിന്നെ ചോദിക്കുകയാണ് അതിനെന്തിനാ ഞാൻ സുന്ദരിയായിട്ട് വരുന്നത്, നമ്മൾ ഒരുമിച്ച് ജ്വല്ലറിയിലൊന്നും പോവാറില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഒരുങ്ങി വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ആദർശമായിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ കാണിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ എന്തിനാ ഞാൻ വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ പറയുന്നത് നീ അനുസരിച്ച് അത് ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറയണം. അതിനുശേഷം അഭിയാണെങ്കിൽ ആദർശിൻ്റെ ക്യാബിനിലേക്ക് വരികയാണ്. എന്നിട്ട് ബാഗ് തുറക്കുകയാണ്. ബാഗ് തുറന്ന് ബാഗിൽ നിന്ന് സ്വർണ്ണ നെക്ലേസ് എടുക്കുകയാണ്. എടുക്കുമ്പോൾ അഭി ഓർമ്മിക്കുകയാണ് പണ്ടമ്മ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്ന് സ്വർണ്ണമാല എടുക്കാൻ പോയപ്പോൾ അത് പാളിപ്പോയി ആ പദ്ധതി എന്നിങ്ങനെ ഓർമ്മിക്കുകയാണ്. എന്തായാലും എനിക്കിങ്ങനെ പാളിപ്പോകരുതെന്നിങ്ങനെ മനസ്സിൽ അഭി ഓർക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് സമയം നോക്കി ജലജ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിൻ്റെ ബാഗിൽ നിന്ന് മാല എടുത്ത് മോഷ്ടിച്ച കാര്യമൊക്കെ ജലജയുടെ അഭി പറയുകയാണ്. ജലജ പറഞ്ഞു കൊടുക്കുകയാണ് നീ ആ മാല എടുത്തത് നേരെ കൊണ്ട് നൈനയുടെ ബാഗിലേക്ക് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആദർശ് നൈനയായിട്ടുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിക്കണം, അവനിക്ക് അവളോടുള്ള മതിപ്പ് ഇന്നത്തോടെ തീരണമെന്നൊക്കെ പറയുകയാണ്. അവളുടെ അമ്മാവി അല്ലേ അവളെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന അമ്മാവി തന്നെ അവളെ അടിച്ചിറക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ദേവയാനിയാണെങ്കിൽ ഇവരുടെ തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ച് അവിടെ തന്നെ ഒളിച്ചു നിൽക്കുകയായിരുന്നേ. അപ്പോൾ ജലജ പറയുകയാണ് അവൾ വലിയ വലിയ ഡിസൈൻ വരയ്ക്കും, അതിനെ അവൻ ആഭരണങ്ങളാക്കും, എന്നിട്ട് മറ്റുള്ളവരെ അവൻ പുച്ഛിച്ച് തള്ളുകയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ ഒരു അവസാനം വേണമെന്നൊക്കെയാണ് ജലജ പറയുന്നത്. എന്നിട്ട് അഭി പറയുകയാണ് എന്തായാലും ഞാൻ ആദർശിൻ്റെ ബാഗിൽ നിന്ന് പുഷ്പം പോലെ ആ നെക്ലേസ് ഊരിയെടുത്തു, ഇനിയിപ്പോൾ നൈനയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതും കൂടി ഞാൻ സാധിപ്പിച്ചെടുക്കും എന്നിങ്ങനെ പറയുകയാണ്. എല്ലാം നടപ്പിലാക്കിയിട്ട് ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അഭി ഫോൺ കട്ട് ചെയ്യണേ. അതിന് ശേഷമാണെങ്കിൽ നൈന വരച്ച ഡിസൈനൊക്കെ ആണെങ്കിൽ ആദർശ് നോക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആദർശിന് എല്ലാ ഡിസൈനും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയാണ്. ഓരോ ഡിസൈനും ഒന്നിനൊന്നിന് മിച്ചമാണ്, നീ എത്ര വേഗം എളുപ്പത്തിലാണ് നീ ഓരോ ഡിസൈനുകൾ വരയ്ക്കുന്നത് നൈന എന്നിങ്ങനെ ചോദിക്കുകയാണ്. നൈന പറയുകയാണ് ഡിസൈൻ വരയ്ക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് ആ ഡിസൈനൊക്കെ പൂർത്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഡിസൈനുകളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ നൈന പറയുകയായിരുന്നു. പിന്നെ പറയുകയാണ് എന്തായാലും ഞാൻ മെയിൻ ഡിസൈനറായിട്ട് വന്നല്ല, അതുകൊണ്ട് കമ്പനി ഇനി താഴോട്ടൊന്നും പോകാൻ പാടില്ല, ഇനി മുകളിലോട്ട് തന്നെ പോകണം എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോൾ ഭയങ്കര ചിന്ത എന്ന് പറയുകയാണ്. ആദർശ് പറയുകയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്, എല്ലാ കാര്യത്തിലും മത്സരബുദ്ധി വേണം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന്. എങ്കിലേ ബിസിനസ് വിജയിക്കുകയും ചെയ്യുള്ളൂ, കമ്പനി മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ എന്ന് പറയുന്നതിന് ശേഷം അഭിനെയാണ് കാണിക്കുന്നത്. അഭിയാണെങ്കിൽ നൈനയുടെ ക്യാബിനിലേക്ക് വരികയാണ് മാല എടുത്ത് വയ്ക്കാൻ വേണ്ടി. എന്നിട്ട് നൈനയുടെ ബാഗ് കാണുമ്പോൾ അഭിയാണെങ്കിൽ നൈനയുടെ ബാഗിനകത്ത് ആ നെക്ലേസ് പെട്ടെന്നങ്ങ് വെക്കുകയാണ്. എന്നിട്ട് അഭി ഓർക്കുകയാണ് അന്ന് അമ്മ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്നും സ്വർണ്ണമാല ഇടാൻ പോയപ്പോൾ എന്തായാലും അമ്മയ്ക്ക് അത് പാളിപ്പോയി, എന്തായാലും എനിക്ക് പാളരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അഭി നൈനയുടെ ബാഗിൽ അത് വെക്കാൻ പോകുന്നത്. നൈനയുടെ ബാഗിൽ വെച്ചതിന് ശേഷം അഭി നല്ല സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുകയാണ് ആദർശ് എന്തായാലും ഇപ്പോൾ നെക്ലേസ് കാണിക്കാൻ വേണ്ടി ബാഗും കൊണ്ടുപോകും, പക്ഷേ ആ ബാഗിനകത്ത് നെക്ലേസ് കാണത്തില്ലല്ലോ എന്ന്. അതിനുശേഷം അഭി ആണെങ്കിൽ വന്ന് ക്യാബിനിൽ ഇരിക്കുകയാണ് നെക്ലേസൊക്കെ വെച്ചതിന് ശേഷം. എന്നിട്ട് അഭി മനസ്സിൽ ഓർക്കുകയാണ് ഇനി അവൻ ജ്വല്ലറി ഇപ്പോൾ ഈ നെക്ലേസ് കൊണ്ടുപോയി കാണിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നുമാണ്. അതിനുശേഷം ആദർശ് നൈനയും കൂടി ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. നൈനയുടെ ഡിസൈൻ കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അഭി അവരെ കൂടെ പോയിട്ടുണ്ട് എങ്ങനെയാണ് ആദർശ് നെക്ലേസ് കാണിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ ആദർശ് ആ ജ്വല്ലറിയിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം നെക്ലേസൊക്കെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ ബാഗിൽ നിന്നും. അപ്പോൾ ഇത് കാണുമ്പോൾ അഭിയുടെ കണ്ണും തള്ളിപ്പോവുകയാണ്. എന്നിട്ട് അഭി മനസ്സിൽ ഓർക്കുകയാണ് ഈ നെക്ലേസ് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് മാറ്റിയതാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ്റെ ബാഗിൽ ഈ നെക്ലേസ് വന്നതെന്നൊക്കെ ഓർക്കുകയാണ് അഭി. അപ്പോൾ എങ്ങനെ ഈ തിരിമറി നടന്നതെന്ന് പറഞ്ഞ് അഭിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അഭിയുടെ പദ്ധതിയൊക്കെ പാളിപ്പോയല്ലോ. അതിനുശേഷം നൈനയുടെ ആ ഡിസൈൻ ആ ജ്വല്ലറിയിൽ എല്ലാവരെയും കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഇതുപോലുള്ള ഡിസൈനാണ് കസ്റ്റമേഴ്സിന് താല്പര്യം, നല്ലൊരു സെലക്ഷൻ ആണെന്നൊക്കെ അവിടെ ഉള്ളവർ പറയുകയാണ്. പക്ഷേ അവിടെയുള്ള ഒരു സ്റ്റാഫ് പറയുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പെട്ടെന്ന് വൈറലാവും, അത്രയ്ക്ക് നല്ല ഡിസൈനാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാ ഫോട്ടോഗ്രാഫറെയും വിളിച്ച് നമുക്ക് ഇവിടെ വെച്ച് നൈനയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് പറയുകയാണ്. നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഇടാമെന്ന് പറയുകയാണ്. സാധാരണ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ആളെ ലോകത്തുള്ളവരാരും അറിയാൻ പോകുന്നില്ലല്ലോ, അപ്പോൾ ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലിട്ട് എല്ലാവരെയും അറിയിക്കാൻ നൈനയാണ് ഡിസൈൻ ചെയ്തതെന്ന്. അത് അങ്ങനെ അറിയപ്പെടട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ നൈന പറയുകയാണ് അത് വേണ്ട, അങ്ങനെയൊന്നും അറിയണ്ട എന്ന് പറയുകയാണ്. അതിനുശേഷം നൈനയുടെ കഴുത്തിലൊക്കെ ഇട്ട് ആദർശ് നോക്കുകയാണ്, നൈനയുടെ കഴുത്തിലൊക്കെ ഇടുകയാണ്. ആദർശ് പറയുന്നുണ്ടായിരുന്നു ഓരോ ജ്വല്ലറിക്കാരും ഓരോ രീതിയിലാണ് പരസ്യം ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ,
ആ നെഗറ്റീവും പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് ആദർശ് പറയുകയാണ്. എന്ന് നയനയുടെ കഴുത്തിലൊക്കെ ഇട്ട് ആദർശ് സന്തോഷത്തോടെ നയനയെ നോക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അഭി നിൽക്കുകയാണ്. അഭി ചെയ്തിട്ട് ഒന്നും ഫലിക്കാതെ പോയാലും അഭി വലിയൊരു കള്ളത്തനമല്ലേ ചെയ്ത്, എന്നിട്ടും അതൊന്നും ഫലിക്കാതെ പോയല്ലോ എന്നുള്ള ടെൻഷനിൽ അഭി നിൽക്കുകയാണ്. അതിനുശേഷം നയനയുടെ ആ ഫോട്ടോ ആണെങ്കിൽ ദേവയാനിയുടെ മൊബൈലിലേക്ക് വരികയാണ്. ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, മോളെ നീ എനിക്ക് ഒരു സമയത്ത് അപമാനമായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് നീ അഭിമാനമാണ് എന്ന്. സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നിന്നെക്കാളും മുകളിൽ ഒരിക്കലും ആ പെൺകുട്ടി എത്തത്തില്ലായിരുന്നു എന്ന്. എല്ലാം ഓർത്ത് ദേവയാനി മനസ്സിൽ സന്തോഷിച്ച് ചിരിച്ച് നിൽക്കുന്ന സമയത്താണ് അനാമികയും ജലജയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. മോൾക്ക് ഇഷ്ടമില്ലാത്ത പലരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അതിനുവേണ്ടി അഭി നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എന്നിങ്ങനെ. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് അനാമിക പറയുകയാണ്. നമ്മൾ ഓരോ രീതിയും പരിശ്രമിച്ചിട്ട് ഒരു രീതിയിലും നയനയെ പുറത്താക്കാനൊന്നും പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, മോള് വിഷമിക്കേണ്ട, എന്തായാലും നിൻ്റെ ആഗ്രഹം ഇന്നത്തോടു കൂടി നടക്കും, എന്തായാലും നയനെ പുറത്താവും എന്നുള്ള സന്തോഷത്തിലാണ് ജലജ ഓരോന്ന് സംസാരിക്കുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവയാനി അവിടേക്ക് വരുന്നത്. ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ദേവയാനിയാണ് മോഹഭാവമൊക്കെ മാറ്റി ദേഷ്യത്തിലാണ് വരുന്നത്. അപ്പോൾ ദേവയാനി അവരെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളെക്കാളും ഏറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നയന ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ. പക്ഷേ അവളുടെ കഴിവ് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. അത്രയ്ക്ക് കഴിവുള്ള പെൺകുട്ടിയാണ് നയന. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനതിന് ശേഷം ദേവയാനി ചോദിക്കുകയാണ്, നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ ആദ്യം എല്ലാം സെലക്ട് ചെയ്യുന്ന ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ്, അത് ഏട്ടത്തി എന്നല്ലേ, ഏട്ടത്തിയുടെ കഴിവിനെ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ എന്ന്. ജ്വല്ലറികൾ സെലക്ട് ചെയ്യാനും സാരികൾ സെലക്ട് ചെയ്യാനും ഏട്ടത്തിയെ കഴിഞ്ഞ് ഇവിടെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിന് വന്നതിന് ശേഷം അവളല്ലേ ഭയങ്കര ഡിസൈനർന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ദേവയാനിയാണെങ്കിൽ അതിലും കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നയനയുടെ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ജലജയ്ക്ക്. ഈ ഫോട്ടോ കാണുമ്പോൾ ജലജയ്ക്കും അനാമികയ്ക്കും കണ്ണ് തള്ളുകയാണ്. നയനയുടെ ഈ ഫോട്ടോ കാണുമ്പോൾ ദേവയാനി കാണിക്കുന്നത് കണ്ട്. അപ്പോൾ അതത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.